ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് നമ്മൾ ചെയ്യാവുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇതിനകത്ത് മുന്നേ നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. രണ്ടും പെട്ടെന്ന് സെയിലായി. എങ്ങനെയാ വെച്ചാൽ അത് വന്നിട്ട് ഒരു 1400 1500 സ്ക്വയർ ഫീറ്റ് ആ റേഞ്ചിൽ വരുന്ന ഫ്ലാറ്റുകളായിരുന്നു. പക്ഷേ ഇത് വന്നിട്ട് 14th ഫ്ലോറിൽ 2350 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. ഇത് നമ്മുടെ കോമൺ സ്പേസ് ആണ്. ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ ആണ്. ഈ കോമൺ സ്പേസിൽ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സോഫയും TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ള വലിയൊരു കോമൺ സ്പേസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ആക്കുളം ഭാഗത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ റൂട്ട് വരുമ്പോഴത്തേക്കും സുവർണഗിരി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് തന്നെ ഹീര ടവേഴ്സിലേക്കുള്ള വഴി കാണാൻ സാധിക്കും. ഹീരയുടെ തന്നെ ഒരു വില്ല പ്രോജക്റ്റ്, അതിനകത്താണ് ഹീര ടവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കയറി വന്ന് നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇവിടെ നമ്മുടെ കിച്ചൺ വരും. ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. കിച്ചണിനകത്തും അല്ലെങ്കിൽ ഇതിനകത്തുള്ള കബോർഡ് വർക്കും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്ക് തടിയിലാണ്. പൂർണ്ണമായിട്ടും ഫർണിഷ് ചെയ്ത കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ഇതിൽ കാണുന്ന ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഇപ്പോൾ ഈ ഫ്രിഡ്ജ് TV ഒക്കെ അവരുടെ മാറ്റുന്നുണ്ടാവും. ബാക്കിയുള്ള ഫർണിച്ചർ എല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇവിടെ കാണുന്നത് പോലെ ഇതുപോലെ കബോർഡ് വർക്ക് എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അടുത്ത് നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് 3 ബെഡ്റൂമുകളിലേക്ക് എൻട്രി വരും. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ട റൂമിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അതുപോലെ കട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം. ഇത് അടുത്ത് വലിയൊരു റൂമാണ്. ഈ റൂമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം, കബോർഡ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് പോയിട്ട് നമ്മുടെ ഈ ഒരു ബാൽക്കണി സ്പേസ് കൂടെ ഇതിൻ്റെ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഡോറുണ്ട്. അവിടെ ഒരു തുണിയൊക്കെ ഉണങ്ങാനിടാനോ അല്ലെങ്കിൽ ചെറിയൊരു ജിമ്മൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ആ സ്പേസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതിനകത്തൊരു വർക്ക് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഇതുപോലെ കബോർഡും എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് ഫുള്ളായിട്ട് ഫ്ലാറ്റുകളാണ്. ഇപ്പോൾ ശോഭ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട്. ഐക്ലൗഡിൻ്റെ ഫ്ലാറ്റ്സ് ഉണ്ട്. എന്നു വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഈ രീതിയിൽ ഫ്ലാറ്റ്സ് ഒക്കെ വരുന്ന ലൊക്കേഷൻ. കാരണം പ്രൈം ഏരിയ ആണ്. ഇവിടെ നിന്ന് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലായാലും സിറ്റിക്കകത്തേക്കാണെങ്കിലും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ആക്കുളം. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ്, ലുലു മാള്, എയർപോർട്ട്, ഈ പറഞ്ഞ പോലെ ഇൻഫോസിസ്, UST ഗ്ലോബൽ, ടെക്നോ പാർക്കിൻ്റെ ഫേസുകൾ അങ്ങോട്ടെല്ലാം ഈസിലി കയറാം. ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു 1200 സ്ക്വയർ ഫീറ്റിന്റെ പുതിയൊരു ഫ്ലാറ്റ് വിത്തൗട്ട് ഫർണിഷിംഗ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 1,5 കോടി രൂപയ്ക്ക് മേളിലാണ് കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള 2350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് 1,05,00,000 രൂപയാണ് പ്രൈസ്.